ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാലക്ക് വെച്ചിട്ടുള്ള 2 റെസിപ്പിയാണ് കേട്ടോ. പാലക്ക് പൂരിയും പാലക്ക് ചപ്പാത്തി. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് പാലക്കാണ് കേട്ടോ. ഇതിൻ്റെ ഇലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 1.5 കപ്പോളം ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ആദ്യം ചെയ്യേണ്ടത് ഈ പാലക്ക് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പം ഞാൻ നോക്കിയേ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഗോതമ്പ് മാവ് എടുത്തു കേട്ടോ. അതിനകത്തേക്ക് നമുക്ക് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനിടുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു പച്ചമുളക് അതും കൂടി ഇട്ട് കൊടുക്കണം, നന്നായിട്ട് അരച്ചത്. ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കണേ, നല്ല രുചിയാണ്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാലക്ക് അരച്ച് വെച്ചേക്കുന്നത് കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം നിങ്ങൾ ഇളക്കിയെടുക്കാൻ. പാലക്ക് അരച്ച് നമ്മൾ ചപ്പാത്തിക്കകത്ത് കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കിയാൽ പാലക്കിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ഇഷ്ടമല്ലാത്തവർക്ക് പാലക്ക് ചെറുതായിട്ടൊന്ന് ആവി കയറ്റിയിട്ട് മിക്സിക്കകത്ത് അരച്ചെടുത്താൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയില്ല. അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അതേ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ചപ്പാത്തി അതേ രീതിയിൽ തന്നെ പൂരിയും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ്. നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് വെക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോഴും തന്നെ ചുട്ടെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടു. ഇത്രയും ഉരുളയാണ് എടുത്തിരിക്കുന്നത്. ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. അപ്പം പാൻ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് മാവ് പരത്തി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇതിന് കറിയൊന്നും വേണ്ട കേട്ടോ, അല്ലാതെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കുമിളകൾ വരുമ്പോഴത്തേന് നിങ്ങൾ തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് ഗീ തേച്ച് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ, ഗീ തേക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി. അവർക്ക് നെയ്യൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഒരു സൈഡ് തേച്ചിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് തിരിച്ചിട്ട് ആ സൈഡും കൂടെ തിരിച്ചു കൊടുക്കാം. അത് നോക്കിയേ, നമ്മുടെ ചപ്പാത്തി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചപ്പാത്തിയാണ്. ഇത് നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പം ഞാൻ ബാക്കിയൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ പാലക് ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് മാവ് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിനകത്ത് ഒരു ചെറിയ സ്പൂണിന് 2 സ്പൂൺ റവയും കൂടി ഇടുകയാണ്. അപ്പം ഞാൻ 2 സ്പൂൺ റവ ഇട്ടു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാൻ അതേ മാവിൽ തന്നെ ഞാൻ പൂരിയും കൂടെ ഉണ്ടാക്കുകയാണ്, പാലക് പൂരി. അപ്പം ഇനി നമുക്ക് ഇത് പൂരി തയ്യാറാക്കി എടുക്കാം. പൂരി ഉണ്ടാക്കാൻ ചപ്പാത്തിയുടെ അത്രയും വലിപ്പം വേണ്ട, അതിലും ചെറുതായിട്ട് ഒരു ഉരുള എടുത്താൽ മതി. ഇനി നമുക്ക് മാവിനകത്തിട്ട ശേഷം ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. പൂരിക്കുള്ള മാവ് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്ക് പൂരി തയ്യാറാക്കിയെടുക്കാം. ഇപ്പം പാത്രം വെച്ചിട്ടുണ്ട്. ഞാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പം എണ്ണ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലോണം തിളച്ചിട്ട് വേണം നിങ്ങളിത് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം എന്തേ നമ്മുടെ പൂരി റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പാലക്ക് കൊണ്ടുണ്ടാക്കിയ പാലക് ചപ്പാത്തിയും പാലക് പൂരിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. പാലക് പൂരിക്കകത്ത് കുറച്ച് റവ ചേർത്തന്നേ ഉള്ളൂ. ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പം വിറ്റാമിൻസും ആണ്.
അപ്പോൾ ഇത് കുട്ടികൾക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളതൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻസ് ഒക്കെ ചെയ്യണേ. അപ്പം വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്.